ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ വീട് ഒരു ഗ്രാമത്തിലാണ്. രാമമംഗലം എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പാടത്ത് വരേണ്ട ആവശ്യമൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെപ്പോഴും ഞാൻ വരുമ്പോൾ മിക്കവാറും ഇത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഡ്രൈ ആയിട്ട് കിടക്കുമായിരിക്കും. ഇതിപ്പോൾ കൊയ്ത്ത് സമയമൊക്കെ ആവുന്നതോ കൊണ്ടിട്ട് ഇപ്പോൾ ഫുള്ളി ഒരു ഗ്രീനറി, അതിൻ്റെ ഫുൾ ഒരു ഈ സൈഡ് ഫുൾ ഇങ്ങനെ മൂത്ത് വരുന്ന നെല്ല്, ആ സൈഡ് ഫുള്ള് പച്ച നെല്ല്. അപ്പോൾ ആ ഒരു ഫുൾ വൈബായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പാടം. അപ്പം നല്ല രസമുള്ളൊരു ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ കരുതി ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുമ്പം. ഒരു ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഭയങ്കരമായിട്ട് ഇവിടെ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ വന്നത് ആ വഴിയാണ്. അപ്പം അവിടെ റോട്ടിൽ ഇതേപോലെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഇരുന്നൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. കുറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് കുറേ നാളായി. എൻ്റെ രണ്ട് സൈഡിലും പാടത്തിൽ കൂടെ നടുക്ക് കൂടെയൊക്കെയാണ് വരുന്നത്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാവേ. റിയലി ഇവിടെ അതേ ഞാൻ വന്നിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ പാടത്തിൻ്റെ അടുത്തേക്കുമാണ്. ഇതാണ് നമ്മുടെ പാടം. ഇവിടെ പല സെക്ഷൻസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ പാട്ടത്തിന് കൊടുത്തേക്കോ. ഇതൊക്കെ നമ്മുടെ നെല്ലാണ് ഗൈസ്. പറിക്കണമെന്ന് കാര്യമായിട്ട് ആഗ്രഹമുണ്ട്. ഇതുണ്ടല്ലേ, പക്ഷെ എനിക്ക് ഇറങ്ങാൻ പേടി ഗൈസ്. ഞാൻ അവളോടും പറഞ്ഞു. ഇവിടെ താമരപ്പാടം ആയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം തത്ത അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങാനായിട്ടുള്ള ആഴമൊക്കെ നോക്കി. പക്ഷെ അത് നമുക്കൊട്ട് ഇറങ്ങാൻ പറ്റാത്തത്ര ആഴത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ചെളിയും. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു കേട്ടോ. കാണുന്ന ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് വീട്ടിലേക്കൊക്കെ പോകുന്ന വഴി എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഭയങ്കര ഒരു ഹരിതാഭയായിട്ട് നിൽക്കുകയാണ് കാണാനായിട്ട്. വളരെ ഭംഗിയുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഈ താമരക്കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ശരിക്കും നല്ല രസമുണ്ട് രാവിലെയൊക്കെ വരുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്നത് അമ്മമ്മയുടെ കർമ്മത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ പറിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു പാടത്ത് വന്നിട്ട് പൂവൊക്കെ പറിച്ചു നമ്മൾ. മാത്രമല്ല അവിടുന്ന് കുറച്ച് കറുകയും അങ്ങനെയുള്ള വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ പറിക്കാനുണ്ടാവും. അപ്പം അതൊക്കെ പറിച്ചു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിലാണെങ്കിൽ പോലും അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. വളരെ കുറച്ച് ചുരുക്കമായിട്ടുള്ള കുറച്ച് ഫാമേഴ്സ് മാത്രമാണ്. ഇതൊക്കെ മറ്റേ നോക്ക് കുത്തിയൊക്കെ പോലെയൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. ആൻഡ് നമ്മളുടെ പാടത്തിൽ ഇപ്പോൾ കൃഷി ഓൾമോസ്റ്റ് വിളവൊക്കെ എടുക്കാറായി. മാർച്ച് എൻഡൊക്കെ ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ വിളവൊക്കെ എടുക്കും കേട്ടോ. നമ്മളിപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് താമര എന്തായാലും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും അധികം നേരം നോക്കിയിരുന്നില്ല. ഈ താമര ഈ വരുന്നത് കൊണ്ടിട്ട് തന്നെ ഈ ചാലിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായെന്നാണ് എല്ലാവരും പറയുന്നത്. കാര്യം താമര വരുമ്പോൾ അറിയാമല്ലോ, ചെടി കൂടുതലായിരിക്കും.
ഈ മീനുണ്ടല്ലോ, ഈ ചാലിയിൽ നിന്ന് ഉള്ള മീനാണ്. ഈ ചേട്ടൻ നേരത്തെ കണ്ട ഒരു ഫാർമർ ചേട്ടനില്ലേ, ആ ചേട്ടൻ അവിടെ നിന്ന് ചാലിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മുടെ ആ പയറിനൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു മീനാണിത്. അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് താഴെ പോവുകയും ചെയ്തു. അതിന് ജീവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് വൈബ്സൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പതുക്കെ ഇനി വീട്ടിലേക്കൊക്കെ പോകണം. ഇതൊക്കെ ഓൾമോസ്റ്റ് പാകമായിട്ടോ. ഇതൊക്കെ ഓൾമോസ്റ്റ് പാകമായ നല്ലതാണ്. ഓൾമോസ്റ്റ് നല്ല ഇതെപ്പോഴായിരിക്കും തത്തേ? ഇതൊക്കെ മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലേ. കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതാവാത്തത് കാണാം. പച്ചക്കളർ. ഓക്കെ പറയൂ. കുറച്ചും കൂടെ ഗോൾഡൻ കളറാവും. ആ, ഇത് ഫുള്ള് ഗോൾഡൻ കളർ. ഈ സീഡ് ഇതാണ് നെല്ല്. ഇത് കറക്റ്റ് ആയിട്ട് ഫുൾ ഗോൾഡൻ കളറാവും. ഇതില് ചെറിയ കുറച്ച് പച്ച കളറൊക്കെ ഉണ്ട് കേട്ടോ. പച്ച കളർ കംപ്ലീറ്റ്ലി നല്ല പ്യുവർ ഗോൾഡൻ കളറാവും. അതിനോടൊപ്പം ഈ പ്ലാന്റിന്റെ ബോട്ടം തൊട്ട് ടോപ്പ് വരെയുള്ള ടിപ്പ് വരെയുള്ള പോർഷനും നല്ല ഗോൾഡൻ കളർ, നല്ലതായിട്ട് ഈ കളറാവും. എന്നിട്ട് ഇതിങ്ങനെ ചുരുങ്ങും. അങ്ങനെയാണ് ഇതിന്റെ പാകം മനസ്സിലാവും. ഇതിനുള്ള സീഡ് കുറച്ചും കൂടെ കട്ടി വെക്കും. കട്ടിയുണ്ട്. അതിങ്ങനെ പൊളിക്കാൻ പറ്റും നമുക്ക്. ഭയങ്കര മെച്യൂരിറ്റി ഓവർ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വൈക്കോലിൻ്റെയൊക്കെ ഒരു കളറ് നമ്മൾ അറിയാമല്ലോ, ഭയങ്കര ഗോൾഡൻ ആയിട്ടുള്ള ഒരു കളർ ആകുമ്പോഴാണ് നെല്ല് പാകമായെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു പാകത്തിലേക്കായിരിക്കും നെല്ലെത്തുക. എന്നിട്ട് ഈ ഒരു ടൈമിലായിരിക്കും നമ്മൾ അവിടെ കൊയ്ത്തൊക്കെ നടത്തുക. ഇപ്പം മെഷീനാണ് കേട്ടോ കൊയ്യുന്നത്. ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വന്നല്ല. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നാൾ നമ്മൾ പാടത്തൊക്കെ പോകാമെന്ന്. അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടിട്ട് ഒരു 3-4 വയസ്സൊക്കെ തൊട്ടിട്ട് നമ്മളെപ്പോഴും വരികയൊക്കെ ചെയ്യും. എന്നിട്ട് ആ ഒരു ടൈമിലൊക്കെയാണ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ കൊയ്ത്തൊക്കെ കാണുകയൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കൊയ്ത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മെഷീനിലൊക്കെ ആയിരുന്നു. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാമൻ്റെയും അപ്പൂപ്പൻ്റെയൊക്കെ കൂടെ വരുമ്പം ഓരോ പണിയൊക്കെ നമുക്ക് തരും. ചുമ്മാ ഈ ചാലൊക്കെ ആ സമയത്ത് നല്ല വെള്ളമുള്ള ചാലൊക്കെ ആയിരുന്നേ. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഫുള്ള് എന്താ പറയുക, പായലും പിന്നെ വെള്ളമൊന്നും ഇല്ലാതെ കാണും. പക്ഷെ നല്ല വെള്ളമൊക്കെ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്ന ചാലൊക്കെയായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പാടത്തിൻ്റെ ഈ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ടത്തെ കാര്യങ്ങളും ഞങ്ങൾ ഓടി നടന്നതും മീനെ പിടിക്കാൻ പോയതും ഒക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. കാറ്റ്, വെളിച്ചം, നമ്മുടെ പാടം, ഫുള്ളൊരു ഭയങ്കര എറണാകുളം ആണ് ഇതെന്ന് പോലും എനിക്ക് തോന്നത്തില്ല. ആ ഒരു തരത്തിലാണ് ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ രാമമംഗലം, എൻ്റെ ഗ്രാമം എന്ന് എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല. ഇതെൻ്റെ അമ്മയുടെ വീടാണ്. അമ്മയുടെ ഗ്രാമം എന്ന് പറയാം. തത്തയുടെ ഗ്രാമം എന്ന് പറയാം. തത്താന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അവളെൻ്റെ അനിയത്തിയാണ് കേട്ടോ. അഷിത എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കോളേജിൽ. അപ്പോൾ നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പുല്ലും പിന്നെ കുറച്ച് ചെത്തിപ്പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ പാടമൊക്കെ കണ്ട് ഞാൻ മതിമറന്ന്. തത്തയുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ കാര്യം വളരെ ചുരുക്ക സമയത്ത് മാത്രമേ ഇങ്ങനത്തെയൊക്കെ ഫീലൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്തൊക്കെ ഇതിൽ കൂടെ ചുമ്മാ ഇങ്ങനെ പാട്ടും പാടി സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. ഇതുവരെ നടക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കാം. ഞാൻ ഇടയ്ക്ക് മഞ്ജു വാര്യറായിട്ട് മറ്റേ ഇതില്ലേ, എന്താ ഒരു പാട്ട്, ആ പാട്ടറിയില്ല, ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ പാടി തൊടിയിലേതോ ആ ഒരു പാട്ടിലൊക്കെ നടക്കത്തില്ലേ, ദാവണിയൊക്കെ എടുത്ത് ആ ഒരു സെറ്റപ്പിലൊക്കെ നടക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ നടക്കുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ പാടമാണിത്. ഭയങ്കര കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ കുറേ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് അയവറക്കാനും നൊസ്റ്റാൾജി ഒന്ന് പഴയതുപോലെയൊക്കെ ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു
നല്ലൊരു ഈവനിങ് പാടത്തിൻ്റെ നടുക്ക് കൂടെ നമ്മൾ എൻ്റെ കിറ്റൊക്കെ ഉണ്ടല്ലോ സോറി കിറ്റ്. ഓക്കെ, അപ്പോൾ പാടത്തിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടന്ന് പോയി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ബൈ ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.